അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വെർത്തൂർ സെന്റ് ജോർജ് ഇടവകയിലെ പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട ഇടവകയിൽ ഇടവാംഗങ്ങൾ ഒന്നു ചേർന്ന് രൂപതാധ്യക്ഷനോടും പഴയ വികാരിയോടും പുതിയ വികാരിയോടും പുതിയ കൈക്കാരന്മാരോടൊക്കെ ചേർന്ന് നമ്മൾ യേശു സ്ഥാപിച്ച സ്നേഹത്തിന്റെ ദൈവരാജ്യത്തിന്റെ കൂതാശയായ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏവർക്കും പുതിയ ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ട അവസരത്തിൽ ദൈവാനുഗ്രഹങ്ങൾ, അനുമോദനങ്ങൾ, ആശംസകൾ. പഴയ വികാരിക്ക് നന്ദി, പഴയ ഇടവകയ്ക്ക് നന്ദി, പുതിയ വികാരിക്കും പുതിയ ഇടവകക്കാർക്കും അനുമോദനങ്ങൾ. പുതിയ വികാരിയച്ഛൻ ഇതിന്റെ ചരിത്രം കുറച്ചൊക്കെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. അരിമ്പൂർ മഹാ ഇടവകയിൽ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം, അരിമ്പൂരിൽ നിന്ന് എറവ് തിരിഞ്ഞു പോയിട്ടുണ്ട്, പിന്നെ ചേറ്റുപുഴ ഇടവക തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മുത്തശ്ശിയായിട്ട്, അമ്മാമയായിട്ട് അരിമ്പൂരിനെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ അരിമ്പൂര് ഇന്ന് വികാരിച്ചും പഴയ വികാരിച്ചും സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇരട്ട പ്രസവം സുഖപ്രസവമാക്കിയിട്ട് നടത്തിയിരിക്കുകയാണ്. എന്നാണ് വേണ്ടതെന്ന് മലക്കുടിക്കാര് എന്ന വേണ്ടെന്ന് ആലോചിച്ച് 29-ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വികാരിച്ചിന് തന്നെ പറയുന്നത്, നമുക്കത് ഒരുമിച്ചാക്കാം. അപ്പോൾ ഓണത്തിന്റെ തലേ ദിവസമാണെങ്കിൽ അത് ഗംഭീരമാകുമെന്ന് പുതിയ വികാരിച്ചിനും ഒരു നല്ല ചിന്ത. അങ്ങനെ വന്നപ്പോൾ യാതൊരു സാധാരണ നിലയിൽ ഇങ്ങനെ ഇരട്ടപ്രസവത്തിൽ നടക്കുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ടതാണ്, കുറച്ചൊക്കെ സൗകര്യമുടക്കങ്ങളും സാധാരണ പതിവാണ്. ഇതൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ അരിമ്പൂക്കാര് വളരെ മഹാമനസ്കതയോടെ കൊത്തിയാട്ടുന്ന വേദന ഒരു തരത്തിലും ഇല്ലാത്ത രീതിയിൽ മഹാമനസ്കതയോടെ തന്നെ അതിന്റെ ആശ്രയത്തിന്റെ നേതൃത്വത്തിൽ വളരെ നന്നായി ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇത് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഇരട്ടപ്രസവം എനിക്ക് തോന്നുന്നു ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏതായാലും അരിമ്പൂർക്കാർക്ക് ഒരു പ്രത്യേകം അനുഭവം. തീക്ഷ്ണതയോടും മൂശയോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളെ അപേക്ഷിക്കുന്നു. താപോർവയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കൊണ്ട് ഭീതി പൂണ്ട പരസ്പര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരം
ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്റെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യാർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നെന്ന് ദാവീദിനെ കുറിച്ചും സോളമനെ കുറിച്ചും വചനം പറഞ്ഞേക്കുന്നു. അച്ഛന്റെ മേലുള്ള ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇടവകയാക്കാനായിട്ട് അച്ഛൻ പരിശ്രമിക്കുകയും അത് ഫലമണിയുകയും ചെയ്തു. ഈ അവസരത്തിൽ അച്ഛനെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കടന്നു വന്ന എല്ലാവർക്കും പറ്റുവാക്കിൽ അച്ഛൻ നന്ദി പറയുകയാണ്. കർത്താവായ ദൈവമേ, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ യോഗ്യരാക്കി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകിയ അങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ നിശ്ചിതായേ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പൂർത്തീകരിക്കുന്ന നിന്റെ ശരീര രക്തങ്ങൾ വഴി നിന്റെ സൗഭാഗ്യത്തിൽ നിന്നോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിനെയും നാഥായ എന്നേക്കും. നിത്യപ്രഭുവിനായ യേശു